തങ്ങളുടെ ഭൂമിക്ക് സ്വന്തമായി രേഖ എന്ന വൈക്കം ചെമ്മനാത്തുകര IDHP നഗർ നിവാസികളുടെ സ്വപ്നം പൂവണിയുന്നു. ചെമ്മനാത്തുകര IHDP നഗർ നിവാസികളിൽ നിന്നും പട്ടയത്തിന് അപേക്ഷ നൽകിയവരും കാഞ്ഞിരപ്പള്ളി ITDP പ്രൊജക്ട് ഓഫീസിൽ നിന്നും അനുമതി ലഭ്യമായതുമായ 24 ഗുണഭോക്താക്കൾക്കാണ് തങ്ങൾ താമസിച്ചു വരുന്ന ഭൂമിയുടെ പട്ടയം സെപ്റ്റംബർ 12-ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ TV പുരത്ത് വച്ച് വിതരണം ചെയ്യുന്നത്. ബാക്കിയുള്ള 11 കൈവശക്കാർക്കും പട്ടികവർഗ വകുപ്പിന്റെ അനുമതി ലഭ്യമായാലുടൻ പട്ടയം നൽകാൻ കഴിയുമെന്ന് CK ആശ MLA പറഞ്ഞു. വൈക്കത്ത് നമുക്ക് ഇതിനു മുൻപ് കുറച്ച് പട്ടയങ്ങൾ കൊടുത്തിരുന്നു. അത് ഇരുമ്പുഴിക്കര അംബേദ്കർ രാജീവ് ഗാന്ധി കോളനിയിലെ പട്ടയങ്ങളായിരുന്നു. അതിനുശേഷം നമ്മൾ പട്ടയ കമ്മിറ്റിയും പട്ടയ അസംബ്ലിയും ഒക്കെ ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി മുന്നോട്ട് വെച്ചത് ചെമ്മനാത്തുകര IHDP നഗറിലെ പട്ടയങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഇപ്പോൾ ആ പട്ടയങ്ങൾ ഇതിനു മുൻപ് റവന്യൂ അസംബ്ലി തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ അസംബ്ലി എല്ലാ വർഷവും കൂടാറുണ്ട്. ഓരോ ജില്ലാടിസ്ഥാനത്തിലാണ് റവന്യൂ അസംബ്ലി ചേരാറുള്ളത്. അപ്പോൾ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട റവന്യൂ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് ആ അസംബ്ലിയിൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്രകാരം രണ്ടാമത്തെ വർഷം കൂടിയ റവന്യൂ അസംബ്ലിയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി വൈക്കത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആവശ്യമെന്നുള്ളത് പട്ടയം കൊടുക്കുന്നത് സംബന്ധിച്ചായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി തന്നെ നമ്മളന്ന് ഉന്നയിച്ചൊരു കാര്യവും ചെമ്മനാത്തുകര IHDP നഗറിലെ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചായിരുന്നു. നിയമസഭയിലും കോട്ടയം ജില്ലാ റവന്യൂ അസംബ്ലിയിലും ഉന്നയിച്ച ആവശ്യത്തെ തുടർന്ന് ഓണസമ്മാനമായി ഇവർക്ക് പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു. MLA നടത്തിയ വിവിധ ഇടപെടലുകളെ തുടർന്ന് പട്ടികവർഗ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള IHDP നഗറിന്റെ വസ്തു റവന്യൂ വകുപ്പിന് വിട്ടൊഴിഞ്ഞു നൽകി. ഓരോരുത്തരുടെയും കൈവശ ഭൂമി സർവേ നടത്തിയതടക്കം നിരവധിയായ സങ്കീർണ പ്രശ്നങ്ങൾ വഴിയാണ് പട്ടയ വിതരണം പൂർത്തിയാക്കിയതെന്ന് CK ആശ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈക്കം തഹസിൽദാർ AN ഗോപാലകൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ സ്വപ്ന S നായർ, താലൂക്ക് ലാൻഡ് ബോർഡ് അംഗം MD ബാബുരാജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ് വൈക്കം.